നിങ്ങളൊരു ചോക്ലേറ്റ് ലവറാണോ? അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. ദുബായിലൊക്കെ വൈറലായ മറ്റിൽഡ കേക്ക് ഇനി നമുക്ക് തൃശ്ശൂരും കിട്ടും. ഇന്നത്തെ വീഡിയോ ഈ ഒരു മറ്റിൽഡ കേക്കിനെയും അവിടുത്തെ വിശേഷങ്ങളെയും കുറിച്ചിട്ടാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ഫേമസ് ആയ പോൾസ് ക്രീമറി നമ്മുടെ തൃശ്ശൂരും അവരുടെ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 23-ാം തീയതിയാണ് അവരുടെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ വരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനെ ട്രയൽ റണ്ണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും അവരുടെ മറ്റിൽഡ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നിങ്ങളൊരു ഹാർഡ് കോർ ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ മാത്രം ഇത് കഴിച്ചാൽ മതി കേട്ടോ. 400 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. അത് കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാണാനും കഴിക്കാനൊക്കെ അടിപൊളിയാണെങ്കിലും ഇത് ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്യാവശ്യം നന്നായി സ്വീറ്റ്സും ചോക്ലേറ്റും ഒക്കെ കഴിക്കുന്നവരാണെച്ചെങ്കിൽ ഇത് ഒറ്റയ്ക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ബെറ്റർ ഓപ്ഷൻ. പക്ഷെ എനിക്ക് മറ്റിൽഡ കേക്കിനെക്കാട്ടിയും കുറച്ചും കൂടി ഇഷ്ടമായത് അവരുടെ വേഫിൾസിൽ വരുന്ന ക്ലൗഡ് 9 ആണ്. ഫെറേറ റോഷറും ഹണിയും ന്യൂട്ടലും ജലാറ്റോസും വേഫിൾസൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ക്ലൗഡ് 9. കേക്കുമ്പോൾ നല്ല സ്വീറ്റ്നെസ് ഉള്ള പോലെ തോന്നുമെങ്കിലും വേഫിൾസൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അത്ര സ്വീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യണില്ല. മറ്റിൽഡ കേക്കിൻ്റെ ചോക്ലേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് കേട്ടോ. എനിക്കിവിടെ കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. എൻ്റെ ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ജലാറ്റോസും ഐസ്ക്രീംസും വേഫിൾസും ഷേക്സും ഒക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷേക്ക് ഞങ്ങൾ അവരുടെ സ്ട്രോബെറി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് 295 രൂപയാണ് ഒരു ഷേക്കിന് അവരവിടെ ചാർജ് ചെയ്യുന്നത്. ലൈക്ക് ഫ്രഷ് ഫ്രൂട്ടും പിന്നെ ജലാറ്റോസും കൂടിയിട്ടാണ് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുന്നത്. എന്നാലും 295 രൂപയ്ക്ക് ഒരു ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ഓവറാണ്. ആൻഡ് ഒരു കോൾഡ് കോഫിയും കൂടി ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ സിഗ്നേച്ചർ കോൾഡ് കോഫി. ലൈക്ക് 200 റുപ്പീസ് കൊണ്ടാണ് അതിന് ചാർജ് ചെയ്യണത്. പക്ഷേ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. സ്ട്രോബെറി ഷേക്ക് എനിക്ക് ഇഷ്ടമായി, പക്ഷേ കോൾഡ് കോഫി എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കോഫി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അതിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് അത്രയ്ക്കാണ്ട് പറ്റാഞ്ഞത്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂരാണ് കേട്ടോ. ആംബിയൻസ് ആയാലും സർവീസ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പ്രശ്നം വരുന്നത് ഈ ഒരു എക്സ്പെൻസീവിൻ്റെ കാര്യത്തിലാണ്. ബട്ട് ടേസ്റ്റ് വൈസ് നോക്കാൻ ചെങ്ങ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് മറ്റിൽഡ കേക്ക് ആയാലും ക്ലൗഡ് 9 ആയാലും സ്ട്രോബെറി ഷേക്ക് ആയാലും ഇഷ്ടപ്പെട്ടു. സിഗ്നേച്ചർ കോൾഡ് കോഫി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സ്ട്രോങ് കോഫിയുടെ ഫ്ലേവർ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടപ്പെടാഞ്ഞത്. ലൈക്ക് അത് അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞു അത് പറയുക ഞങ്ങൾ അതുപോലെ ഉണ്ടാക്കി തന്നിരുന്നു. സോ നിങ്ങൾക്ക് നിങ്ങളെ ഫ്ലേവറും നിങ്ങളെ സ്ട്രോങ്നെസ്സും ഒക്കെ കറക്റ്റ് ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുഡ് കിട്ടും. ഫുഡിൻ്റെ കാര്യത്തിൽ, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എല്ലാം അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം വരുന്നത് പൈസയുടെ കാര്യത്തിലാണ്. അപ്പം എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മീൻസ് നിങ്ങൾക്ക് ഇത്രയും വില കൊടുത്ത് ഇതൊക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടൊക്കെ പോയി നോക്കിക്കോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ. ഇവിടെ ഒഴുകി രണ്ടാമത്തെ ബൈക്ക് ബ്ലൂപ്പർ മൊത്തമായിട്ട് വായിക്കിട്ടു റബ്ബേ.